നിങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. ഇന്നിപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ, ആകെ ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മലയാളിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാം. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ റെഡിമെയ്ഡായിട്ട് അരിപ്പൊടി വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ അരി പൊടിച്ച് വറുത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ആ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കും. പക്ഷെ ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ഇതേപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ 5-6 വീഡിയോസുകൾ ഇതേപോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, വെള്ളത്തിലിട്ടിട്ട് കുതിർത്താനോ നിൽക്കുകയൊന്നും വേണ്ട. നമ്മുടെ പുട്ടുംകുട്ടിയിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റാം. അപ്പം അരി ഒന്ന് സോഫ്റ്റായി കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ അരി വാങ്ങില്ലേ, അതേപോലെ ചെറിയ ചെറിയ തരിയായിട്ടുള്ളത് കിട്ടില്ലേ, റവയുടെ തരി പോലത്തെ ആയിട്ട് കിട്ടില്ലേ, അതേപോലത്തെ അരിപ്പൊടി നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ പുട്ടിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് അതൊന്നും റെഡിയാക്കിയിട്ട് എടുക്കുക. കാരണം അരിയൊന്നും നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ നമ്മുടെ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി എടുക്കുന്നതിന് അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് എന്തോരം പുട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇതെടുക്കാം. അപ്പോൾ ഞാൻ ഈ അരി ഫസ്റ്റ് ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റീം വരുന്നതിൻ്റെ മുകളിൽ പുട്ടുകണ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ അടച്ച് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ അരി കഴുകിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അരി ഞാനിവിടെ കുതിർത്താനൊന്നും വെക്കണില്ല കേട്ടോ, അത് ജസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് കഴുകിയെടുത്തതാണ്. ഇത് ഞാനിവിടെ നമ്മുടെ ഈ പുട്ടുംകുറ്റി ഉണ്ടല്ലോ, പുട്ടുംകുറ്റിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. പുട്ടുംകുറ്റിയുടെ ഉള്ളിൽ നമ്മൾ സാധാരണ അതിൻ്റെ ഇതിടില്ലേ, ചില്ലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരുന്ന ഒരു ഗ്ലാസ് അരി ഇതിനകത്ത് നല്ല കറക്റ്റായിട്ട് കൊള്ളും. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടുംകുറ്റിയിൽ നമ്മൾ അരി നിറച്ച് വെച്ചിട്ടില്ലേ, ഇത് നമ്മൾ ഒന്ന് സ്റ്റീം കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് നേരം മതി, കാരണം നമ്മുടെ ഈ അരി നമുക്കൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പുട്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പുട്ടാക്കും. അപ്പോൾ ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇത് ഞാൻ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ പുട്ടിനുള്ള തേങ്ങക്കൊത്ത് ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ റെഡിയാക്കിയത് പുട്ടിനുള്ളത്. അപ്പോൾ അതിൻ്റെ ജാറാട്ടോ. അപ്പോൾ ഞാനത് കഴുകണില്ല. അപ്പോൾ നമ്മുടെ ഈ സ്റ്റീം ചെയ്തിട്ട് തേക്കണ അരി ഉണ്ടല്ലോ, നമ്മൾ അത് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ട്രിപ്പായിട്ട് നമുക്ക് ഇതൊന്ന് കറക്കിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല തരിയോട് കൂടിയിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പുട്ടുംകുറ്റിയിൽ തന്നെ അരി ആവി കയറ്റാം, പുട്ടുംകുറ്റിയിൽ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഒന്ന് നല്ല ചൂടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് കറക്കിയാൽ മതി. എന്ത് സാധനവും മിക്സിയിൽ ഇടുമ്പോൾ നമ്മൾ ചൂടോട് കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അടച്ച് വെച്ചാലും അത് ചിലപ്പോൾ അതിൻ്റെ അടപ്പ് തെറിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് കഴിഞ്ഞോട്ടെ.
അപ്പം ഇനി ഇത് നമ്മൾ ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. ഇപ്പം ഒന്ന് ചൂടാറിയിട്ടുണ്ട്, നല്ല ചൂടോടുകൂടി ചെയ്യണ്ട. അപ്പോൾ കുറേ നേരമായിട്ട് ഒന്ന് കറക്കണ്ട, പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു കിട്ടും. നമുക്ക് ചെറിയ എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് നമ്മൾ പുട്ടും പൊടി വാങ്ങുമ്പോൾ ചെറിയ ഈ റവയുടെ തരി പോലെ ഉണ്ടാവില്ല, അങ്ങനെ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് റെഡിയാവും. കുറേ നേരം ഇട്ടിട്ടൊന്നും കറക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആസ്മിൻ ഭയങ്കര ശല്യമാണ്, അവന് പുറത്ത് പോകണം, അതിന് വേണ്ടിയിട്ട് കിടന്ന് കറിയുന്നത്. അപ്പോൾ അതായത് ഞാൻ കറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ടോ, പിന്നെ സെക്കൻഡ് സ്പീഡിലിട്ടോ, തേർഡ് സ്പീഡിലിട്ടോ, അത്രയ്ക്ക് സമയം ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചിട്ട് വരാം, 3 സ്പീഡും അത്രയ്ക്ക് ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങോട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ചെറിയ തരിയോട് കൂടിയിട്ട് നമുക്ക് റെഡിയായി. അത് നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ കുറച്ച് അരി കയറിയിരിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് കറക്കട്ടെ. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ശരിക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ചരി നമ്മൾ കുതിർത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ ആയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ പിടിക്കുമ്പോഴായിരുന്നാലും ശരിക്കും നമ്മളൊരു റവയുടെ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റവേനേക്കാളും ഇച്ചിരി ഒന്നും കൂടി ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം കറക്റ്റ് രീതിയിൽ. എനിക്ക് തോന്നുന്നു കടയിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും അവരുണ്ടാക്കുന്നത്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, പക്ഷേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളതും കൂടിയിട്ട് ഞാനത് പൊടിച്ചെടുക്കട്ടെ. നല്ല നീളമുള്ള സ്പൂണുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം. എനിക്ക് ഞാൻ അടിയിൽ നിന്ന് നമ്മുടെ പുട്ട് കുത്തണ കോല് വെച്ചിട്ടൊന്ന് കുത്തി നോട്ടെ, പോയിന്റ് നോട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. നന്നാവാണെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കറക്റ്റ് നമ്മൾ കുത്തിയപ്പോൾ നല്ല നമ്മളെന്താ പറയുക, പുട്ട് കുത്തിയെടുക്കുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, കുറേ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിരുന്നാലും ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോറ് ബാക്കിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് പൊടിയുടെ ഒരു പിടി ചോറിടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് നിങ്ങൾക്ക് പൊടി നനച്ചിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ചോറിട്ടാൽ മതി, എന്നിട്ടൊന്ന് കറക്കുക. അപ്പോൾ നമുക്ക് ആ കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റണം. അതാണ് നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ നനവിൻ്റെ കറക്റ്റ്, ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ വിടിയിച്ചിടുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയി പോവുകയും വേണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇടുമ്പോൾ പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട പോലെ ഇരിക്കാന്ന് വെച്ചാൽ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഫസ്റ്റ് കുറച്ച് ചോറിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക, എന്നിട്ട് ശരിയായില്ലെന്ന് വെച്ചാൽ അതനുസരിച്ച് ചോറിട്ടാൽ മതി. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിപ്പോൾ വെള്ളം ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മുടെ പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പൊടി നനച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്തായാലും പരിപാടി എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പൊടി കൊണ്ടുവരുമ്പോൾ ഞാൻ സാധാരണ തന്നെ നൈസായിട്ടുള്ള പൊടി കൊണ്ടുവരാറ്, ഇതേപോലത്തെ പൊടി അങ്ങനെ കൊണ്ടുവരാറില്ല. ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എളുപ്പത്തിലുള്ള നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നോക്കി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇത്രയ്ക്ക് പൊടി എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഒറ്റയടിക്ക് വെള്ളം ചേർക്കരുത്, കാരണം ഇതിന് ഓൾറെഡി ചെറിയൊരു നനവ് നമുക്ക്, പക്ഷേ വെള്ളം ഒഴിക്കാൻ പോണതിന് മുമ്പ് ഇങ്ങനെ നനവ് തോന്നില്ല. പക്ഷേ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പൊടി നന്നായിട്ട് നനഞ്ഞ പോലെ നമുക്ക് തോന്നണുണ്ട്. നന്നായിട്ട് ഉള്ള കറക്റ്റായിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. ഇതാണ് പൊടിയുടെ അളവ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഇതാണ് പൊടിച്ചിടുമ്പോൾ നോക്കി അത് അതേപോലെ തന്നെ പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കാം. ഞാനൊരു ഇച്ചിരി കൂടി വെള്ളം ചേർക്കണുണ്ട്. മറ്റേത് നനവ് കറക്റ്റായിരുന്നു, പക്ഷേ എനിക്കൊരു ഡൗട്ട് നനവ് കുറവുണ്ടോ. കാരണം അത്യാവശ്യം ഒരു നനവ് വേണം, എന്നാലും നമ്മുടെ പുട്ട് നമുക്ക് ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്നാൽ ഇത് പിന്നെ കട്ട പിടിക്കുകയും ചെയ്യില്ല, കാരണം ഇത് നല്ല തരി പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതനുസരിച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ചേർക്കുകയും ചെയ്യാം. ഞാനൊന്നുകൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇങ്ങനെ എടുക്കണ പൊടി ആയതുകൊണ്ട്, ഞാൻ സാധാരണ എപ്പോഴും ഭയങ്കര നൈസായിട്ടുള്ള പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത്. ഇങ്ങനത്തേക്ക് വല്ലപ്പോഴും വെച്ചുണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നോട്ടെ.
കുറച്ച് ഇച്ചിരി വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചാലും ഒന്നും കട്ടയൊന്നും പിടിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നു പുട്ട് എന്നാലും റെഡിയാക്കിയിട്ട് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ കയ്യിൽ വെച്ചപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് പീച്ചാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷേ എനിക്കൊരു ചെറിയ നനവ് കുറവ് പോലെ തോന്നി. കാരണം ഇത് നമുക്ക് വേവാനുള്ള വെള്ളം ഇതിനകത്ത് വേണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും നമ്മുടെ പുട്ട്. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ വെള്ളം മതി എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചത്. ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളത്തിൻ്റെ കറക്റ്റ് ഒരു അളവ് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ റെഡിയാകും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ പുട്ടുകണയുടെ ഉള്ളിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ, കുത്താൻ വേണ്ടിയിട്ട് പോവാട്ടെ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പുട്ട് നോക്കിക്കേ, പുട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ശരിക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാൾ ഇത്ര ഭയങ്കര എളുപ്പമാണ്. താനും മിക്സിയിലിട്ടെങ്കിൽ കുറേ നേരമായിട്ട് കറക്കിയൊന്നും വേണ്ട. നല്ല സൂപ്പറായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. പുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി പുട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പോരാ കേട്ടോ. അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ കയ്യിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പീച്ചുമ്പോൾ നമുക്ക് പറ്റണുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് നനവ് പോരാ. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് ശരിക്കും പൊടിയുടെ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് വെന്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് പുട്ട്. കണ്ടേ, നല്ല ചൂടുണ്ട്. പുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കടയിൽ നിന്നൊന്നും നിങ്ങൾ പൊടി വാങ്ങണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊന്നും അങ്ങനെ കേടൊന്നും വരില്ല. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൂടുതൽ ദിവസം വയ്ക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ നനവൊന്ന് പോയിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ കടയിൽ നിന്നൊന്ന് വാങ്ങിച്ചിട്ട് ഇനി പൈസ കളയണ്ട. കടയിൽ നിന്നൊക്കെ ആയിരുന്നാലും നമുക്ക് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിനകത്ത് കേട് വരാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും അവർ ചേർക്കും. അല്ലാണ്ട് നമുക്ക് ഒരു സാധനം കടയിൽ നിന്ന് പാക്കറ്റുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല.